ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു വ്ളോഗ് എന്ന് പറയാവുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. അപ്പം നമ്മളാണെങ്കിൽ നേരെ ഇന്ന് പോയത് ആയിരന്തെങ്കിലോട്ടാട്ടോ. അവിടെ ആണെങ്കിൽ എൻ്റെ മാമിയുടെ വീടുണ്ട്, ബാക്കിൽ കായലും ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോകാൻ. കാരണം നല്ല ഫുഡ് കഴിക്കാം, കുറേ കാഴ്ചകൾ കാണാം, വള്ളത്തിൽ പോവാം, ചൂണ്ടയിടാം, അങ്ങനെ ഭയങ്കര രസമാട്ടോ അവിടെ. അപ്പം നമ്മളാണെങ്കിൽ ആദ്യമേ തന്നെ ചെന്ന് ചെയ്ത ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോമി. ഈ ടോമിക്ക് 9 വയസ്സുണ്ട് കേട്ടോ. അവളാണെങ്കിൽ കൂട്ടി തന്നെ ഇട്ടേക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ചു വിടത്തേയുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് നമ്മൾ ആദ്യമേ അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് ചെന്ന് പറഞ്ഞ് എന്തായാലും അപ്പൂപ്പൻ ഇറക്കി കേട്ടോ അവളെ. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ആദ്യമേ തന്നെ. എന്തായാലും അവളെ അഴിച്ച് വെളിയിൽ ഇറക്കി അവിടെ കെട്ടിയിട്ടു കേട്ടോ. എന്നാലും വേണ്ടിയില്ല, അവളെ കൂട്ടി ഇട്ടേക്കണ്ടല്ലോ. പിന്നെ ഇവിടെ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ താറാക്കൂട്ടും നല്ല ഫ്രഷ് ഞണ്ട് കേട്ടോ. ഇതാണെങ്കിൽ വിൽക്കാനായിട്ട് കൊണ്ടുപോയതാ. ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞ അപ്പൂപ്പനെ അതുപോലെ അത് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ അവിടെ ഫുഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അഴീക്കലോട്ട് പോയിട്ടോ. ചൂണ്ട മേടിക്കാനായിട്ടാണ് പോയത്. അഴീക്കൽ ആ ബീച്ചിൻ്റെ സൈഡിലായിട്ടൊരു കടയുണ്ട് കേട്ടോ. അപ്പം അവിടെ പോയി ചൂണ്ട മേടിക്കാം, ഫുഡൊക്കെ കഴിച്ചിട്ട് ചൂണ്ടയിടാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇതാട്ടോ ആ കട. അങ്ങനെ അവിടെ പോയി ചൂണ്ടയൊക്കെ മേടിച്ചു കേട്ടോ. ഇത് കുറച്ച് നേരം നമ്മൾ ആ ബീച്ചിലൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ വെയിലായതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല, കരിഞ്ഞു പോവും ഗൈസ് നമ്മൾ. അങ്ങനെ നമ്മളാണെങ്കിൽ കടയിൽ വന്നിട്ട് ചൂണ്ടയും പിന്നെ എന്തൊക്കെയോ വലയോ വലിയ വലിയ സാധനങ്ങൾ എനിക്കതിൻ്റെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നല്ല കപ്പയും ഞണ്ട് പുഴുങ്ങിയതും മീൻ വറുത്തതും മീൻകറിയും മോരും ഒക്കെ ആയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ഡയറ്റൊക്കെ മാറ്റി വെച്ച് ഗൈസ് വീണ്ടും. എന്തായാലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി ചൂണ്ടയിടാനായിട്ട് പോയിട്ട് ആ സാധനം ഞാൻ പറഞ്ഞ ഏതാണ്ട് വലിയൊരു വല അതൊക്കെ അവിടെ ഇട്ടിട്ട് അവിടെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് മാറിയിട്ട്. ഹലോ ഗൈസ്. ഞങ്ങളാണെങ്കിൽ അവിടെ ചൂണ്ടയിടുക കേട്ടോ. ഞങ്ങൾ കുറച്ചിങ്ങനെ മാറിയിരിക്കുക. കാരണം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഇത് കാണുന്ന ഈ ചൂണ്ട കൊരിക്കുമ്പോൾ അതിന് ഭയങ്കര പെയിനല്ലേ. നിനക്ക് കഴിക്കും എന്നാലും ഒരു വിഷം അതിനൊക്കെ പിടിക്കും, അതിനും ജീവനൊക്കെ ഇല്ലേ നമ്മളെ സെയിം സാധനം. അതുകൊണ്ട് കുറച്ച് ഞാൻ കരിമീൻ അടിച്ചിട്ടാണ് ഇരുന്ന ഈ ഡയലോഗ്. ഇവനാണ് ഗൈസ് നമ്മുടെ മോനൂട്ടൻ. പറയടാ, നിന്റെ പേരെന്തുവാ? ശ്രീശബരീഷ്. എന്തുവാ, എത്രയിലാ പഠിക്കുന്നേ? 6ലാണ് ഗൈസ് ഞാൻ പഠിക്കുന്നത്. ചേച്ചിയാണ് സീനിയർ. അങ്ങനെ ചൂണ്ടയിടിയിലും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതുപോലുള്ള കുറേ കാഴ്ചകൾ, അത് ഭയങ്കര രസമായിട്ട് ഈ ഫിലിമിലൊക്കെ കാണുമ്പോൾ കുറേ ഇങ്ങനെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് ആ പുറകെ ഇരിക്കുന്ന വ്യക്തി ഭയങ്കരമായി പേടിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മ ഭയങ്കര പേടിയാട്ടോ അമ്മയ്ക്ക് വള്ളത്തിൽ പോകാൻ. കുഞ്ഞുനാളിലെ പേടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പേടി, അതുപോലെ എസ്കലേറ്ററിൽ കയറാനൊക്കെ ഭയങ്കര പേടിയാട്ടോ അമ്മയ്ക്ക്. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ മതി, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ എന്തായാലും ഒരു വിധത്തിൽ അവിടെ എത്തിയേക്കുക. ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക്. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയിട്ടോ. അപ്പം ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലേ. ആ കാണുന്നത് ഒരു റിസോർട്ടാട്ടോ. ഇതുപോലെ കുറേ റിസോർട്ടുണ്ട്. അവിടുത്തെ വലിയൊരു റിസോർട്ടാണ് അത്. അങ്ങനെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ വെള്ളത്തിലൊക്കെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും പോയി നോക്കണം കേട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഭയങ്കര രസമാണ്. ഇത് കണ്ടൽക്കാടുകളാട്ടോ. ഇതൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നതാ. ഇവിടെയൊക്കെ വെച്ചിട്ടാട്ടോ നമ്മുടെ മറ്റേ ഒതളങ്ങാത്തുരുത്ത് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഷൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറേ നമ്മൾ കണ്ടു കേട്ടോ. ഈ
ഒരു ഭാഗത്ത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല കാണുന്ന പാലാട്ടോ നമ്മുടെ വലിയഴീക്കൽ പാലം. അത് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക വലിയൊരു ഭംഗി പോലെ, ഭയങ്കര ഒരു ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി അടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അപ്പനാണെങ്കിൽ കരിക്കൊക്കെ ഇട്ടാന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.